ഹലോ ഗൈസ്, അപ്പം ഞാനും ആൻറ്റിയും കൂടിയിട്ട് ഇന്ന് മാമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കുറേ ദൂരമുണ്ട്, വീട് കുറച്ച് നല്ലോണം പോകാനുണ്ട്. അപ്പം ആൻറ്റിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാനും ആൻറ്റിയും പിന്നെ ചേച്ചിയും കൂടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാനിതാ വണ്ടിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോന്ന. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന കുറച്ചധികം ദൂരം ഉണ്ടെന്ന് മോൻ പറഞ്ഞല്ലോ. 1.5 മണിക്കൂറിൽ മേലെ ഡ്രൈവ് ചെയ്തിട്ട് പോകണം അവിടത്തേക്ക്. പാനൂരും കഴിഞ്ഞിട്ട് നമ്മുടെ വീട് ആക്ച്വലി കണ്ണൂരിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അല്ല, അറിയാത്തവർക്കായി നമ്മൾ കണ്ണൂർക്കാരാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കൂത്തുപറമ്പ് കഴിഞ്ഞ് പാനൂരിൽ നിന്ന് കുറച്ചധികം അനിയൻ്റെ വീട്ടിലോട്ടേക്ക് പോകാനുണ്ട്. അങ്ങനെ ഇതാ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇപ്പം മഴയാണ്, പക്ഷെ എന്നാൽ നല്ല സ്ഥലമായിരുന്നു. അതെ, അപ്പം എന്താ കുറച്ചധികം ദൂരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ഓരോ കട രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. പോകുന്ന ഭാഗത്ത് നല്ല വെയിലുള്ള ദിവസേനും. അപ്പം ഇപ്പം ഒരാഴ്ച മുന്നേ നമ്മൾ പോയിട്ടുണ്ടാവുക. അപ്പം ഇവൻ ഇങ്ങനെ സൈഡിലിരുന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, എന്തെല്ലാം എന്നോട് പറയുന്നുമുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ താണ്ടി ഏകദേശം നമ്മൾ കൂത്തുപറമ്പ് എത്താനായി. പിന്നെ അതിൻ്റെ നമ്മളെ ഗ്രാമപ്രദേശം കണ്ട നിങ്ങൾ ഗ്രാമത്തിൻ്റെ ഓരോരോ ഭാഗത്തൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ നാട് വിട്ടിട്ട് ഇപ്പോൾ ഓരോരോ സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്ന സ്ഥലത്തിൻ്റെ എല്ലാം പേര് പറഞ്ഞുതരാം. അപ്പോൾ ഇവനിങ്ങനെ എടുക്കുന്നുണ്ട്. ബാക്കിൽ മോള് ഇരുന്നിട്ടുണ്ട്. ഇവനെൻ്റെ മോൻ തന്നെയാണ്, ആങ്ങളേൻ്റെ മോനാണ്. അപ്പം അങ്ങനെ മറ്റൊരു ആങ്ങളേൻ്റെ വീട്ടിൽ പോകുന്നതുകൊണ്ട് അവിടുന്ന് നമ്മൾ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് നേരെ നമ്മളൊരു ഫ്രൂട്ട്സിന്റെ കടയിൽ കയറിയിട്ടുണ്ട്. ബത്തക്കയിൽ തട്ടി നോക്കുന്ന ഒരു സീൻ ഉണ്ട്, അത് നിങ്ങൾ കണ്ടോ കേട്ടാ, നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും പിന്നെ ഒരു വത്തക്കയാണ് എടുത്തത്, പിന്നെ കുറച്ച് ബേക്കറി സാധനം വാങ്ങിച്ചത്. അങ്ങനെ ആ കടക്കാരൻ വന്നിട്ടുണ്ട്. ദൂരെ വെച്ചിട്ടുള്ളൂ, നമ്മൾ കുറേ വിട്ടുപോയിന്, ഒരു വീടിയും തുറന്നിട്ടില്ല. അപ്പൊ പെട്ടെന്ന് കണ്ടുകൊണ്ട് കുറച്ച് ദൂരെ നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി. നമ്മളിങ്ങോട്ട് നടന്നു വരും കേട്ടാ. അങ്ങനെ ഏട്ടനെന്താ വത്തക്കല്ലെടുത്ത് ഞാൻ തട്ടി നോക്കുന്നിട്ട് വല്ല അറിയുന്ന ആളെ മറ്റേ ഞാൻ തട്ടിയിട്ടെല്ലാം നോക്കുന്നുണ്ട്. ഗൂഗിൾ പേ ആണ് ചെയ്തത് കേട്ടോ. അതാണ് പൈസ ഇനിയിപ്പോൾ ആരുടെ കയ്യിലും ഉണ്ടാവില്ല, എല്ലാവരും ഇപ്പോൾ ഗൂഗിൾ പേ. അങ്ങനെ ഞാനും ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഏട്ടനിതാ വാങ്ങി. നല്ല വലിയ പീടിയാണ് കേട്ടോ. ഇതൊരു സ്ഥലം, ഇത് പാനൂരിന്റെ അടുത്ത്, പാനൂർ ടൗൺ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു സ്ഥലമാണ്. കറക്റ്റ് പ്ലേസ് എനിക്ക് അറിയില്ല. ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അതാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വണ്ടീനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ അടുത്ത യാത്ര ഇവിടുന്ന് ഉണ്ട് കേട്ടാ, പാനൂർ ടൗണിലേക്ക്. എന്നാലും കുറച്ചും കൂടി ഉണ്ടല്ലേ. നമ്മൾ ആദ്യം യാത്ര തുടങ്ങി, നമ്മളങ്ങനെ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ ആങ്ങളേൻ്റെ വീട്. മോളും ഉണ്ടായിരുന്നു. ആങ്ങളേൻ്റെ വീട്ടിലേക്ക് കയറി സാധനമെല്ലാം. അപ്പൊ ആങ്ങളേൻ്റെ വീട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് പുതിയ വീടാണ്. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് അതെ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ട് അപ്പൊ ഒന്ന് വെറുതെ ഞാനൊന്ന് വീടെല്ലാം ഒന്ന് നമ്മളെ യൂട്യൂബിലൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട്, എല്ലാവർക്കും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പിന്നെ വീഡിയോ എടുക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ വീടെല്ലാം ഒന്ന് കാണിച്ച് അവിടെ നല്ല നീറ്റില് വീടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള വീടാണ് ഇതിന്റെ വീട്. കാണാൻ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇവരധികം ഇവിടെ താമസിക്കില്ല. അപ്പം നമ്മള് മേലത്തെ ഒന്ന് ഞാൻ കാണിച്ചു തരണ്ടിട്ട് മേലോട്ടേക്ക് കയറുന്നുണ്ടായിരുന്നു. അതിലിടക്ക് അവൾ എന്തോ ചോദിച്ചപ്പോ ഞാൻ അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതങ്ങനെ മേലത്തെയും നമ്മൾ എടുക്കുന്നുണ്ട്. വീട് ഫുള്ളിനൊക്കെ അയച്ചല്ലോ. ഇനി നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടി പോയി. നമ്മളില്ലേ വന്നപ്പാടോള് ബത്തൊക്കെ ജ്യൂസ് ആക്കിയിട്ടുണ്ടേനും. പിന്നെ മോളും ഉണ്ട്. ഇത് അങ്ങനെ മോളാണ്. അപ്പൊ നമ്മൾ ഇതാണ് നമുക്ക് ബിസ്ക്കറ്റും പഴവും കേക്ക് ഇതൊക്കെയാണ് വെച്ചത്. പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പാടെ ഇറങ്ങിയത്. ദൂരം ഉണ്ടെന്നുണ്ട് ബത്തൊക്കെ ജ്യൂസാണ് അത്യാവശ്യം, കാരണം നല്ല വെയിലുള്ള സമയമല്ലേ.
അതിന് ശേഷം അതെല്ലാം കഴിച്ച് അവിടെ അടിപൊളി ഒരു ഫുഡാണ് നമുക്ക് ഉണ്ടാക്കി കേട്ടാ. നല്ല ബീഫിന്റെ കറി, ആ അടിപൊളി എന്താ പരിപ്പ് കറി, ഉപ്പേരി, പപ്പടം, അങ്ങനെ ഞാനന്ന് അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഏപ്പ കൂട്ടിയതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചിട്ട് ഇനി നേരെ നമ്മൾ പോകുന്നത് എൻ്റെ ഏച്ചീൻ്റെ വീട്ടിലാണ്. അങ്ങനെ ഏച്ചീൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തി. അത്രേ ഉള്ളൂ. അവര് ഏച്ചീൻ്റെ വീടും അവന്റെ വീടും തമ്മിൽ അത്രേ ഉള്ളൂ. അങ്ങനെ പക്ഷെ വീട്ടിലേക്ക് നല്ല മോനെ നമ്മളൊരു സർപ്രൈസ് ആയിട്ടാണ് അമ്മമ്മേന്റെ അടുത്തേക്ക് പോകുന്നത്. നമ്മളെ കണ്ടിട്ടിതാ വീഡിയോയിലെ ചെറിയൊരു ചമ്മലുണ്ട്. എന്നാലും നമ്മൾ വിട്ടൊന്നും കൊടുത്തില്ല. നമ്മള് വീഡിയോ എല്ലാവരും ഇവരെല്ലാം നമ്മളെ വീഡിയോസിനെ പറ്റി നല്ല അഭിപ്രായം. ഇവരെല്ലാം നമ്മളെ വീഡിയോസിലും കാണുന്നത് ഗോൾഡ് ഫിഷാണ്. കൊറേ കാലായി, ഒരു 2-3 എനിക്ക് തോന്നുന്നൊരു 4-5 വർഷമായി അച്ഛനും അമ്മയോടും ഭർത്താനും. നമ്മൾ പെട്ടെന്ന് വന്നത് കൊണ്ട് അവരാകെ ഒരു ഇതായിട്ട് ഏച്ചിയും മക്കളെല്ലാം ആയിട്ട് ഇങ്ങനെ സംസാരാണ്. അതിനൊക്കെ മോൻ ഇങ്ങനെ എല്ലാരെയും വീഡിയോ എടുക്കുമെന്ന്. നമ്മളിങ്ങനെ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യലായിരുന്നു. പിന്നെ ഇത് അവൾ ഉണ്ടാക്കിയ ഒരു മുളക് കൊണ്ടാട്ടം. ഇതിന്റെ ഒരു വീഡിയോ, എൻ്റെ ഒരു ക്രഞ്ചി കിച്ചൺ എന്നിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിലേക്ക് ഞാൻ സോറി, എന്റെ മോൻ മാറ്റി തന്ന ക്രഞ്ചി കേരളയാണ് കേട്ടോ. സോറി. അപ്പൊ അത് അവൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വീഡിയോ വെച്ച് ഞാൻ വരും കേട്ടോ. അമ്മ ഇഷ്ടം പോലെ ചെടി നടും. മോനെ പറ അമ്മമ്മേന്റെ ചെടി വിശേഷം. ഇഷ്ടംപോലെ ചെടിയാണ് വീട്ടിന് മുറ്റം നിറച്ച് ചെടിയാണ്. അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി നോക്കാനല്ലോ. എന്റെ വീട്ടിലേക്കെല്ലാം കുറേ ചെടി